3 ദിവസത്തെ അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അയോധ്യ കാണാൻ പുറപ്പെട്ടു. അയോധ്യയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. എന്നാൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ലക്നൗ വഴി പോയത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിൽ ഒന്നാണ് കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് പുതുതായി നിർമ്മിച്ച ബാംഗ്ലൂർ എയർപോർട്ടിലെ ടെർമിനൽ 2. ഞങ്ങൾ ലക്നൗ എയർപോർട്ടിൽ എത്തി. ലക്നൗവിൽ ഇറങ്ങി ഓൺലൈൻ വഴി ഒരു കാർ 3 ദിവസത്തേക്ക് റെന്റിന് എടുത്തു. അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുൻപിലുള്ള മെട്രോയിൽ കയറി ആലംബാഗ് ബസ് സ്റ്റാൻഡിലെത്താം. അവിടെ നിന്നും അയോധ്യയിലേക്കുള്ള ധാരാളം ബസ്സുകൾ കിട്ടും. ഞങ്ങൾ അയോധ്യയിലേക്ക് പോകുന്ന വഴിയാണ്. റോഡിന്റെ വീതിയെല്ലാം കണ്ടില്ലേ? നല്ല വീതിയുള്ള റോഡുകളാണ്. ലക്നൌവിൽ നിന്നും അയോധ്യയിലേക്ക് 3 മണിക്കൂർ ദൂരമുണ്ട്. അതായത് 127 കിലോമീറ്റർ ദൂരം. അയോധ്യയിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള ഫൈസാബാദിലെ ഹോട്ടൽ ലക്ഷ്മി ഭവനിലാണ് റൂം ബുക്ക് ചെയ്തത്. കാരണം അയോധ്യയിൽ ധാരാളം ഹോട്ടലുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം മഠങ്ങളുമുണ്ട്. പക്ഷേ അവിടെ ചെന്ന് തിരക്കിയാൽ മാത്രമേ റൂംസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈൻ വഴി ഇവിടെ ബുക്ക് ചെയ്തു. ഇതാണ് ഞങ്ങൾ താമസിച്ച ലക്ഷ്മി ഭവൻ ഹോട്ടൽ. നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്. റെസ്റ്റോറൻറ്റും ഉണ്ട്. റൂം സർവീസും ഉണ്ട്. ഇവിടെ ഹോട്ടലുകളുടെ പണി പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായി ഹനുമാൻ ഗാർഹി കാണാൻ പോകുന്നു. ഇതാണ് സൂര്യപഥം റോഡ്. ഇതെല്ലാം അയോധ്യയിലേക്ക് പോകുന്ന വഴിയിലുള്ള വിളക്കുകളാണ്. കണ്ടാൽ ശരിക്കും ഒറിജിനൽ ആണെന്ന് തോന്നും. പക്ഷേ പ്ലാസ്റ്റിക് ആണ്. അവിടുത്തെ ടുകുടുകു എന്ന ഓട്ടോറിക്ഷയിൽ കയറി ഹനുമാൻ ഗാർഹിയിലേക്ക് പോയി. കാരണം ഈ വഴിയിൽ കൂടി കാർ, വലിയ വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അവർ ഞങ്ങളെ തുളസി സ്മാരക ഭവന്റെ അടുത്തു കൊണ്ടുവിട്ടു. അവിടെ നിന്നും 500 മീറ്റർ നടക്കാനുണ്ട് ഗാർഹിയിലേക്ക്. അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇത്രാം മന്ദിർ, നാഗേശ്വരനാഥ് തുടങ്ങിയ ക്ഷേത്രങ്ങൾക്കൊപ്പം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഹനുമാൻ ഗാർഹി. രമാനന്ദി സമ്പ്രദായത്തിൻ്റെ നിർവാണി അഖാരയുടെയും ബൈരാഗി മഹന്തുകളുടെയും ചുമതലയിലാണ് ഈ ദേവാലയം. അയോധ്യ വിജയകരമായി സന്ദർശിക്കാൻ ഹനുമാന്റെ അനുവാദവും അനുഗ്രഹവും തേടി ഭക്തർ ആദ്യം ഹനുമാൻ ഗാർഹിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രം രാവിലെ 7:30 മുതൽ 11:30 വരെയും വൈകുന്നേരം 4:30 മുതൽ 9:30 വരെയും വേനൽക്കാലത്ത് തുറന്നിരിക്കും. ശീതകാലത്ത് രാവിലെ 9 മുതൽ 11 വരെയും വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെയും തുറന്നിരിക്കും. വേനൽക്കാലത്ത് രാവിലെ 5 മണിക്കും ശീതകാലത്ത്
6 മണിക്കും മംഗളാരത്തിക്കായി ക്ഷേത്രം തുറക്കും. ഈ ക്ഷേത്രത്തിലെത്താൻ 76 പടികൾ കടന്ന് മുകളിൽ വരണം. ഈ ക്ഷേത്രം 4 വരി കോട്ടയുടെ ആകൃതിയിലാണ്. ഓരോ കോണിലും വൃത്താകൃതിയിലുള്ള തളങ്ങളുണ്ട്. അകത്ത് വെള്ളിക്കൊത്തുപണികളാൽ അലങ്കരിച്ച ഗർഭഗൃഹത്തിൽ ഹനുമാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 6 ഇഞ്ച് വലിപ്പമുള്ള ബാലഹനുമാൻ അമ്മ അഞ്ജനയുടെ മടിയിൽ ഇരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. രാമനാമം ആലേഖനം ചെയ്ത വെള്ളി തുളസിമാലയാണ് ഹനുമാന് അണിയിച്ചിരിക്കുന്നത്. ക്ഷേത്ര ചുവരുകളിൽ ഹനുമാൻ ചാലീസയുടെ വരികൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഒരു വിജയസ്തംഭവും ഈ ക്ഷേത്രത്തിൽ കാണാം. ഈ അമ്പലത്തിന്റെ ചരിത്രം എന്തെന്നാൽ, വനവാസത്തിൽ രാവണനെ വധിച്ച ശേഷം സീതാദേവിക്കും ലക്ഷ്മണനും ഒപ്പം സ്വാമി ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് മടങ്ങിയ ശേഷം ഹനുമാൻ തൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ സേവിക്കുന്നതിനായി അയോധ്യയിൽ തന്നെ തങ്ങി. സ്വാമി ശ്രീരാമനിൽ നിന്ന് ഒരു നിമിഷം പോലും അകന്നു നിൽക്കാൻ ഹനുമാൻ സ്വാമിക്ക് കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെ സ്ഥലം നൽകുകയും അത് ഹനുമാൻ ഗാർഹി അല്ലെങ്കിൽ ഹനുമാൻ ഗഡി എന്ന് അറിയപ്പെടുന്നു. എന്നാൽ ഔറംഗസേബ് ഹനുമാൻ ഗാർഹി ക്ഷേത്രം തകർത്ത് പള്ളി പണിയുകയും 1855 ബൈരാശികൾ ഭൂമി കൈവശപ്പെടുത്തുകയും മസ്ജിദ് നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഭക്ത ഹനുമാനു വേണ്ടി പുതിയ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. റോഡിൻ്റെ ഇരുവശത്തും ധാരാളം കടകളാണ്. സ്വീറ്റ്സ്, ചെമ്പുവിളക്കുകൾ, മണികൾ, അങ്ങനെ പലതരം കച്ചവട സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. നാളെ ഞങ്ങൾ രാം മന്ദിർ കാണാനാണ് പോകുന്നത്. അതുവരെ എല്ലാവർക്കും നമസ്കാരം.